ഓക്കെ, നമ്മുടെ കയ്യിലുള്ള മെയിൻ ക്യാമറ, അതായത് എ റോൾ, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോണിയുടെ A7C ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ ഇടയ്ക്കിടുന്ന ചെറിയ ചെറിയ ബി റോൾസ് ഒക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ അൺബോക്സിംഗ് ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഷോർട്സ് ആണെങ്കിലും, എന്ന് വെച്ചാൽ ഞാൻ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ തിരിക്കുമല്ലോ, ആ പറഞ്ഞ ബി റോൾസ് എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ലോ റേഞ്ചിലുള്ള അല്ലെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി ക്യാമറ വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സോണി ZV-E10 എന്ന ഈ ഒരു ക്യാമറ ഓപ്റ്റ് ചെയ്തത്. ഓക്കെ, ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്ന നിലയിൽ എന്തൊക്കെ കൂൾ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ക്യാമറയിൽ അവർ കൊടുത്തിരിക്കുന്നത്, സോണി കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വെറും 6 പോയിന്റ്സിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടപ്പെട്ടോ, ഇത് വാങ്ങണോ വേണ്ടോ. കാരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് ഉണ്ടല്ലോ, 55,000 60,000 റുപ്പീസ് ആണ് ഈ ക്യാമറയുടെ പ്രൈസ്. ആ പ്രൈസിൽ നല്ല വാല്യൂ ഫോർ മണി തരുന്ന ഒരു ക്യാമറയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് പോലും. ഓക്കെ, സോ ബാക്കി എല്ലാം ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. പെട്ടെന്ന് ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ബോക്സിൽ ഡോക്യുമെന്റ്സ്, ക്യാമറ ബോഡി, കൂടെ വരുന്ന 16mm to 50mm ലെൻസ്, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ബാറ്ററി, ക്യാമറ സ്ട്രാപ്പ്, ചാർജിംഗ് അഡാപ്റ്റർ, ഇൻബിൽട്ട് മൈക്കിന് വേണ്ടിയുള്ള ഡെഡ് ക്യാറ്റ്, പവർ കേബിൾ, 64 GB ഒരു കാർഡും തന്നിട്ടുണ്ട്. സോ നല്ല കംഫർട്ടബിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ക്യാമറയാണ് തീർച്ചയായിട്ടും. സോ നോർമൽ വ്ളോഗിംഗ് ആണെങ്കിലും സെൽഫി വ്ളോഗിംഗ് ആണെങ്കിലും രണ്ടിലും കംഫർട്ടബിൾ ആണ്, രണ്ടിനും വേണ്ടി സൂട്ടബിൾ ആയ ഒരു ക്യാമറയാണ്. സോ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതായത് എക്സ്റ്റേണൽ ഷോർട്ട് ഗൺ മൈക്കൊക്കെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിലൊക്കെ. എൻ്റെ കയ്യിൽ ഒരെണ്ണം കിടപ്പുണ്ട്. സോ ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി ഇതിലുള്ള ഇൻബിൽട്ട് മൈക്ക്. നോർമലി വരുന്ന DSLR മൈക്കിനേക്കാളും മച്ച് ബെറ്റർ ഓഡിയോ ക്വാളിറ്റി ഇതിൻ്റെ ഇൻബിൽട്ട് മൈക്കിന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് സോണി പറയുന്നുണ്ട്. നമുക്കതും നോക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് ടൈം ലാപ്സ് ആൻഡ് സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ബട്ടണാണ്. ഇതാണ് റെക്കോർഡ് ബട്ടൺ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യുന്നത്. ഇതാണ് ഷട്ടർ. ഈ C1 എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ ആക്ച്വലി കസ്റ്റമൈസേബിൾ ബട്ടണാണ്. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ ഇതിൽ അസൈൻ ചെയ്യാൻ പറ്റും. ISO, എക്സ്പോഷർ, പിന്നെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ്, ടൈമർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലേ ബാക്കിന് വേണ്ടിയുള്ള ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ USB പോർട്ട് ഉണ്ട്, മിനി HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഹെഡ്ഫോൺ ജാക്ക്. ഇവിടെ മേളിലാണ് മൈക്കിന്റെ സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അടിയിൽ ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാറ്ററി ആൻഡ് SD കാർഡ് സ്ലോട്ട്. ഫ്രാങ്ക്ലി ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, ഇതൊരു ലേറ്റസ്റ്റ് ക്യാമറ ഒന്നുമല്ല. 2021, അതായത് 2 വർഷം മുന്നേ ഇറങ്ങിയ ക്യാമറ ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സെറ്റിംഗ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി പല വീഡിയോസും കിടപ്പുണ്ട്. ഏത് മെനുവിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എങ്ങനെ സെലക്ട് ചെയ്യണം, അതൊക്കെ വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് ഈ ഒരു ക്യാമറയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു അതെല്ലാം ഞാൻ 1 by 1 എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്പർ 1, അതായത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ ആയിരുന്നു 4K റെക്കോർഡിംഗ്. കാരണം നമുക്കറിയാം എൻ്റെ A7C ഉണ്ടല്ലോ, അത് 4K ആണ്. ആ മെയിൻ വീഡിയോ 4K ആയതുകൊണ്ട് ബി റോളും 4K തന്നെ വേണം. അല്ലെങ്കിൽ 1080p റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നീട്ടേണ്ടി വരും, കാണുമ്പോൾ നല്ല ബോറായിരിക്കും. സോ രണ്ടും 4K വേണ്ടിയിരുന്നു. എന്നാൽ ഒരുപാട് കാശ് മുടക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, 55,000 60,000 റുപ്പീസിൽ നിങ്ങൾക്ക് ബോഡി ഓൺലി 4K റെക്കോർഡിംഗ് ചെയ്യുന്ന ഈ ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ 4Kയിൽ 60 FPS വരുന്നില്ല, 4K മാക്സിമം 30 FPS ആണ്. എന്നാൽ നിങ്ങൾക്ക് കൂടിയ ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ 1080p റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് ഫ്രെയിം റേറ്റ്സ് വരുന്നുണ്ട്, എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. എൻ്റെ A7C ഫുൾ ഫ്രെയിം ക്യാമറയാണ്, പക്ഷേ ഇതൊരു APS സെൻസറുള്ള ക്യാമറയാണ്. 24.2 മെഗാ പിക്സൽ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. A7Cയിലുള്ള സെൻസർ ഉണ്ടല്ലോ, അത്രയും വലിയ സെൻസർ അല്ല, പക്ഷേ അതിനേക്കാളും അത്രയും ചെറുതുമല്ല. ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? 1.5 ലക്ഷം രൂപയുടെ ക്യാമറ വെച്ച് കിട്ടുന്ന ഒരു ക്വാളിറ്റിനേക്കാളും കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. പക്ഷേ നിങ്ങളിൽ എത്ര പേരത് നോട്ടീസ് ചെയ്തു എന്ന് താഴെ എഴുതി അറിയുക. കാരണം 1-2 മാസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ബി റോൾസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ അൺബോക്സിങ്, ഈ പ്രൊഡക്റ്റ് ബി റോൾ, അതൊക്കെ ഞാൻ ഇത് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞതായിട്ട് തോന്നിയോ? എൻ്റെ ആവശ്യത്തിന് വേണ്ടി ദിസ് ഇസ് ഓക്കെ. പോയിന്റ് നമ്പർ 3 ആണ് ഇന്റർചേഞ്ചബിൾ ലെൻസ്. അങ്ങനെയാണ് സോണി പറയുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ഫ്രെയിം ക്യാമറ ആയിക്കോട്ടെ, APS സെൻസർ അല്ലെങ്കിൽ ക്രോപ്പ് സെൻസറുള്ള ക്യാമറ ആയിക്കോട്ടെ, ഈ 2 ക്യാമറകളുടെ ലെൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഓൾറെഡി സോണി ക്യാമറ ഉണ്ട് എൻ്റെ കയ്യിൽ. സോ സെക്കൻഡ് വാങ്ങുന്നതും സോണി വാങ്ങുന്നതല്ലേ നല്ലത്. കാരണം നമുക്ക് ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു ടെക്നിക്കൽ പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എന്താണ് ഈ ഇന്റർചേഞ്ചബിൾ സംഭവം. ഈ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുമ്പോൾ, ഫുൾ ഫ്രെയിം സെൻസർ എന്ന് പറയുമ്പോൾ വലിയ സെൻസർ ആയിരിക്കും. അതിന് പറ്റിയ ലെൻസാണ് ഈ ഫുൾ ഫ്രെയിം ക്യാമറകൾക്കുള്ള ലെൻസ്. സോ ചെറിയ സെൻസർ ഉള്ള ക്യാമറയിൽ നമ്മൾ വലിയ സെൻസർ അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറകളുടെ ലെൻസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫിറ്റിംഗ് വരുന്നത്. അതായത് കുറേ അഡീഷണൽ ലെൻസ് വരും. പക്ഷേ അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, കാരണം കംപ്ലീറ്റ് ലൈറ്റ് നമ്മുടെ സെൻസറിൽ വീഴുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, നമ്മൾ ഒരേ ഫ്രെയിം, സെയിം ഫ്രെയിം APS-C ക്യാമറ വെച്ച് എടുക്കുമ്പോഴും ഈ ഫുൾ ഫ്രെയിം ക്യാമറ വെച്ച് എടുക്കുമ്പോഴും അവർ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, അത് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ അതായത് മെയിൻ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് കൂടുതൽ ഫ്രെയിം ക്യാപ്ചർ ചെയ്യാൻ പറ്റും, കൂടുതൽ ഏരിയ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, കാരണം വലിയ സെൻസർ ആയതുകൊണ്ട്. ഇത്
കുറച്ചൊരു ക്രോപ്ഡ് ഫാക്ടർ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ക്രോപ്ഡ് സെൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്രോപ്പ് ആയിരിക്കും ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കോമ്പിനേഷനിൽ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ വലിയ സെൻസറുള്ള ഫുൾ ഫ്രെയിം ക്യാമറയുടെ കൂടെ ഈ APS-C സെൻസർ ലെൻസ് ഫിറ്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലെൻസ് കവർ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ സെൻസറിൻ്റെ, അവിടെ ലൈറ്റ് വീഴും, ബാക്കി എടുത്തോ അവിടെ ഇതാ ഇങ്ങനെ ഇരുണ്ടിരിക്കും. സ്പെഷ്യലി കോർണർസിൽ ഇതാ കണ്ടില്ലേ, അത് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. സോ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ് അല്ലേ. എന്ന് വെച്ചാൽ എൻ്റെ ഈ A7Cയുടെ കൂടെ ഞാൻ ഇതിൻ്റെ ലെൻസ് ഉപയോഗിച്ചാൽ അങ്ങനെ ഇരുണ്ടിരിക്കും. സോ എല്ലാം തവണ എനിക്ക് ക്രോപ്പ് ചെയ്ത് കളയേണ്ടി വരും. പക്ഷേ സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സോണിയുടെ ഫുൾ ഫ്രെയിം ക്യാമറകളിൽ ഒരു APS-C മോഡ് വരുന്നുണ്ട്. ആ APS-C മോഡ് നമ്മൾ സെലക്ട് ചെയ്താൽ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലാക്ക് പോർഷൻ അല്ലെങ്കിൽ ആ ഒരു വിഗ്നറ്റിംഗ് ക്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള മെയിൻ ഫ്രെയിം എടുത്തു തരും. ഓക്കെ, സോ സോണിയുടെ ഇന്റർചേഞ്ചബിൾ ലെൻസിൻ്റെ ഫീച്ചർ ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സോണിയുടെ മറ്റൊരു ക്യാമറ ഉണ്ടെങ്കിൽ അത് ഫുൾ ഫ്രെയിം ക്യാമറ ആയിക്കോട്ടെ. കാരണം ഈ ഒരു ക്യാമറ APS-C സെൻസറുള്ള ക്യാമറയാണ്, ക്രോപ്പ് സെൻസറുള്ള ക്യാമറയാണ്. അത് ഫുൾ ഫ്രെയിം ആണെങ്കിലും അതിൻ്റെ ലെൻസസ് നിങ്ങൾക്ക് ഇവിടെയും ഈ ഒരു ക്യാമറയുടെ ലെൻസസ് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ കാണും. സോ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോണിൻ്റെ തന്നെ f1.4 അപ്പർച്ചറുള്ള 15mm ലെൻസാണ്. ഓക്കെ, സോ ഈ ഒരു ഫ്രെയിം കണ്ടോ, നിങ്ങൾക്ക് ഈ ഫ്രെയിം പോരാ, ഒരുപാട് ഫ്രെയിം ക്യാപ്ചർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞില്ല ഒരു ഇന്റർചേഞ്ചബിലിറ്റി. സോ നിങ്ങൾക്ക് ആ ലെൻസ് മാറ്റി വെക്കാൻ പറ്റും. ഞാൻ മറ്റൊരു ലെൻസും കൂടി ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഞാനിപ്പം സെയിം ഡിസ്റ്റൻസിലാണ് പിടിച്ചിരിക്കുന്നത്, പക്ഷേ കൂടുതൽ ഫ്രെയിം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ലെൻസ് 11mm ലെൻസാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ ലെൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. നാലാമത്തെ റീസൺ ആണ് ഈ ഒരു ക്യാമറ വളരെ ഈസി ടു യൂസ് ആണ്. അതായത് പല കാര്യങ്ങളും ഇപ്പോൾ DSLR ആണെങ്കിലും മിറർലെസ് ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ മാനുവൽ മോഡിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പല അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇവിടെ ഡയറക്റ്റ്ലി സിംഗിൾ ബട്ടണിൽ അവർ തന്നിട്ടുണ്ട്. നോർമലി സ്മാർട്ട് ഫോണിൽ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ, പോർട്രേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ലോ മോഷൻ ടൈം ലാപ്സ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും സ്മാർട്ട് ഫോൺസിൽ. ആ സെയിം ഈസ് ഇവിടെയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ സ്ക്രീൻ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, കണ്ടില്ല. സോ സെൽഫി വ്ളോഗിംഗ് ആണെങ്കിലും നോർമൽ വ്ളോഗിംഗ് ആണെങ്കിലും രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ റിയലി നൈസ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ചില കൂൾ വ്ളോഗിംഗ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്പർ 1 ആണ് റിയൽ ടൈം ഐ ഓട്ടോ ഫോക്കസ്. അതും 4Kയിൽ തന്നെ ഓട്ടോ ഫോക്കസ്, ഐ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ സോണിയുടെ ഫോക്കസിങ് നല്ല ഷാർപ്പാണ്, നല്ല ഫാസ്റ്റ് ആണ്. സോ അതിൽ യാതൊരു ഇഷ്യൂ ഇല്ല, നേരെ നമ്മുടെ കണ്ണാണ് ഫോക്കസിൽ വരുന്നത്. നമ്പർ 2 ആണ് പ്രൊഡക്റ്റ് മോഡ്. സോ ആസ് എ ടെക് യൂട്യൂബർ മിക്ക എല്ലാ വീഡിയോസിലും പ്രൊഡക്റ്റ് കാണും. ഇവിടെയും പ്രൊഡക്റ്റ് ഉണ്ട്. സോ പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യുന്നവർ, റീൽസ് ആണെങ്കിലും നോർമൽ വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റുകൾ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഐ ഓട്ടോ ഫോക്കസ് ഓൺ ചെയ്ത് വെച്ചാൽ പിന്നെ എന്ത് പണ്ടാരം എടുത്ത് കാണിച്ചാലും നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ നമ്മുടെ കണ്ണുണ്ടെങ്കിൽ വേറെ എങ്ങും അത് ഫോക്കസ് ചെയ്യില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതൊരു ഒരു മോശമായ കാര്യമൊന്നുമല്ല, അത് നല്ല കാര്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ആവശ്യം എന്തായിരിക്കും, നമ്മുടെ ഫേസ് വരണം, പക്ഷേ പെട്ടെന്ന് പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കുമ്പോൾ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് വരണം. അതിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് മോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റ് മോഡിലേക്ക് മാറും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഈ ഐ ഓട്ടോ ഫോക്കസ് ഓൺ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ക്യാമറ ആ ഒരു പ്രൊഡക്റ്റ് സെൻസ് ചെയ്തിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ ടച്ച് ട്രാക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിമിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൈ ഇങ്ങനെ അനക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ക്യാമറ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തോളും, എന്നിട്ട് ആ ഒരു ഓബ്ജക്റ്റ് ഫോക്കസിലിരിക്കും. 4th പോയിന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു ക്യാമറ നല്ല ഈസി ടു യൂസ് ക്യാമറയാണ്. സോ അതിന് വേണ്ടി ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഡയറക്ട്ലി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് സ്ലോ മോഷൻ ആൻഡ് ടൈം ലാപ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് കയറിയിട്ട് ഭയങ്കരമായിട്ട് പണിഞ്ഞിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്ട്ലി ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്ലോ മോഷൻ ആൻഡ് ടൈം ലാപ്സ് വീഡിയോസ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം റേറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 120 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ 120 FPSൽ ഷൂട്ട് ചെയ്താൽ 4 times സ്ലോവർ അല്ലെങ്കിൽ സ്ലോ മോഷൻ, ഇത്തരത്തിലുള്ള സ്ലോ മോഷൻ വീഡിയോസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ കുറഞ്ഞ ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടൈം ലാപ്സ് വീഡിയോസും എടുക്കാൻ പറ്റും. 5ാമത്തെ കൂൾ ഫീച്ചറാണ് ബൊക്കെ മോഡ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ക്ലിക്ക് കൊണ്ട് ബൊക്കെ ആക്കാൻ പറ്റും. ഇതാണ് ആ ഒരു ബട്ടൺ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വലിയ ബൊക്കെയൊന്നുമില്ല. പക്ഷേ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നുണ്ട്. എല്ലാവർക്കും മാനുവൽ മോഡിൽ കയറിയിട്ട് അത് പണിയാനുള്ള താല്പര്യം ഉണ്ടാവില്ല. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ റിയലി നൈസ്. ഇനി നിങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്നത് ഹ്യൂമൻ സബ്ജക്ട്സ്, അതായത് ആളുകളുടെ വീഡിയോസ് ആണെങ്കിൽ അവരുടെ ഫേസ് നിങ്ങൾക്ക് ഇങ്ങനെ ടച്ചപ്പും സ്മൂത്തിനൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോ, മിഡ് ആൻഡ് ഹൈ. എൻ്റെ സജഷൻ ആയിരിക്കും ലോ ആക്ച്വലി ഇനഫ് ആണ്. ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ മിഡ് വെക്കുക.
ഒരിക്കലും ഹൈയിൽ എടുക്കരുത്, ഭൂതം പോലെ ഇരിക്കും. ഓക്കെ, ഭയങ്കരമായിട്ട് സ്കിൻ സ്മൂത്തനിങ് കാണും. പിന്നെ ഈ ഒരു ക്യാമറ EIS അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റേബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല സ്റ്റേബിൾ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സെൽഫി വീഡിയോ ആണെങ്കിലും നോർമൽ വീഡിയോ ആണെങ്കിലും. സോണി പറയുന്ന അനുസരിച്ച് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 3 ക്യാപ്സൂൾ മൈക്ക് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ ഉണ്ടല്ലോ, ഇത് ഡയറക്ട്ലി ഈ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിലൂടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഓഡിയോ ആണ്. സോ എങ്ങനെയുണ്ട് ക്ലാരിറ്റി? കാരണം സോണി പറയുന്നതനുസരിച്ച് നോർമലി വരുന്ന DSLR ക്യാമറകളുണ്ടല്ലോ, അതിൻ്റെ ഈ റെക്കോർഡിംഗ് ഭയങ്കര മോശമായിരിക്കും, ഭയങ്കര നോയ്സ് ഒക്കെ കയറി വരും. ഇവിടെ അങ്ങനെയില്ല, കുറച്ചും കൂടി ബെറ്റർ ക്ലാരിറ്റി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു ക്യാമറയിലുള്ള ഇൻബിൽറ്റ് മൈക്ക് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഒരു എക്സ്റ്റേണൽ മൈക്ക്, ഒരു ഡെഡിക്കേറ്റഡ് മൈക്ക് ഫിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് ഇൻബിൽറ്റ് മൈക്കിൽ നിന്ന് കിട്ടൂല. സോ ഞാനിപ്പോൾ കാണിച്ച സാമ്പിൾ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ഓഡിയോ ക്യാപ്ചറിങ് വേണമെങ്കിൽ സോണിയുടെ തന്നെ ഈ സോണി ECM G1 എന്ന ഈ ഒരു ഷോർട്ട് ഗൺ മൈക്ക് ഉപയോഗിക്കാം. വയറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്ട്ലി ഇതിൻ്റെ ആ ഒരു മൗണ്ട് ഉണ്ടല്ലോ, ആ മൗണ്ടിലേക്ക് ഇതാ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡിംഗ് സോണിയുടെ ആ ഒരു ഷോർട്ട് ഗൺ മൈക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഓഡിയോയുടെ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, സോ എങ്ങനെയുണ്ട്? കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഷോർട്ട് ഗൺ മൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ആ ഒരു മൈക്ക് ഫേസ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. ബാക്കിലുള്ള സൗണ്ടൊക്കെ നോർമലി ഇഗ്നോർ ചെയ്യും, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ നമ്മൾ അടുത്ത് പിടിച്ചാൽ കുറച്ചും കൂടി കൂടുതൽ ഓഡിയോ റെക്കോർഡിംഗ് വരും, ദൂരെ പിടിച്ചാൽ കുറവായിരിക്കും. പക്ഷേ ആ ഒരു ഡയറക്ഷണൽ ഓഡിയോ നമുക്ക് ഈ ഒരു ഷോർട്ട് ഗൺ മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഷോർട്ട് ഗൺ മൈക്കിൻ്റെ ഓഡിയോ ആണോ അതോ ഡയറക്റ്റ്ലി ഇതിൻ്റെ മൈക്കിലൂടെ വരുന്ന ഓഡിയോ ആണോ? ഏതാണ്? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നമ്മൾ ഈ ക്യാമറയുടെ കൂടെ ഉപയോഗിക്കുന്ന ലെൻസ് ഉണ്ടല്ലോ, ആ ലെൻസിൽ സൂം ഉണ്ടെങ്കിൽ, സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും പവർ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെൻസ് തൊടാതെ തന്നെ ആ ഒരു ലെൻസ് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സൂം ഇൻ സൂം ഔട്ട് നോബ് ഉപയോഗിച്ച്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ സോണിയുടെ തന്നെ സോണി 16 to 50 mm ലെൻസ് വെച്ചാണ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 16 mm എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട 11 mm ഉണ്ടല്ലോ, അത്രയൊന്നും ഫീൽഡ് ഓഫ് വ്യൂ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഡീസൻറ്റ് വൈഡ്. ഓക്കെ, അത്യാവശ്യം വൈഡ് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലെൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പവർ സൂം സപ്പോർട്ട് ചെയ്യുന്നൊരു ലെൻസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമറയും പവർ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ റൈറ്റ് ഹാൻഡ് ബിസി ആണെങ്കിൽ, അതായത് നമ്മൾ ആരെങ്കിലും പിടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ കയ്യിൽ ഓബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് തന്നെ ഇതാ ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഈ സൂം ഡിജിറ്റൽ സൂം അല്ല, ഓപ്റ്റിക്കൽ സൂമാണ് സംഭവിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിടിച്ചുകൊണ്ടും സൂം ചെയ്യാൻ പറ്റും, ഇതാണ്ടില്ലേ, ഇങ്ങനെയും സൂം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു നോബ് ഉപയോഗിച്ച് ഡയറക്ട്ലി ഫ്രം ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാം. മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സോണിയുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇമാജിൻ എഡ്ജ് ആപ്ലിക്കേഷൻ എന്നാണ് പേര്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ റിമോട്ട്ലി ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്ലേ പോസ് അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, വൈഫൈ വഴി ചെയ്യാൻ പറ്റും. ഇനി ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ USB കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-യിൽ ഇമാജിൻ എഡ്ജ് വെബ് ക്യാം എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം എന്തായാലും ഷെയർ ചെയ്തേ പറ്റൂ, ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കുറവാണ്. അത്ര ഭയങ്കരമായ ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കരുത്. സോ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും മൾട്ടിപ്പിൾ ബാറ്ററീസ് വാങ്ങുക. ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി കിട്ടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഭയങ്കര സീരിയസ്ലി വ്ളോഗിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സെക്കൻഡറി ബാറ്ററി വാങ്ങിച്ചു വെക്കുക. അതിനോടൊപ്പം തന്നെ ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഡോക്ക് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു ഡോക്കും ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടില്ല, അതും കൂടെ വാങ്ങിച്ചു വെച്ചോളൂ. നിങ്ങൾ ഭയങ്കരമായ വ്ളോഗറൊക്കെ ആണെങ്കിൽ ഒരുപാട് നീണ്ട സമയത്തേക്ക് കണ്ടിന്യൂസ്ലി വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ബാറ്ററി പിന്നെ ആ ഒരു ചാർജിങ് ഡോക്ക് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.